ആദ്യമായിട്ടാണ് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നത്. പ്രഭാകര, ഞാൻ പറയാൻ പോകുന്ന സത്യം കേട്ട് നീ ഞെട്ടരുത്. ഞങ്ങളുടെ ഒരു പഠനം വെച്ചിട്ട് കൊച്ചി കോർപ്പറേഷനിൽ ശരാശരി ഒരു വർഷം ഏതാണ്ട് 100 കോടി രൂപയുടെ അഴിമതി നടക്കുന്നുണ്ട്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷത്തെ ഭരണം കൊണ്ട് ഇടതായാലും വലതായാലും ഏതാണ്ട് ഒരു 500 കോടി രൂപ. നമ്മുടെ അന്ത്യം അടുത്തോ എന്നൊരു ഭീതി. 92 സീറ്റുകളിൽ മത്സരിച്ചു. അതിൽ 87 സീറ്റുകളിൽ ഞങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇത് തരക്കടില്ലല്ലോ, ഓൻ ചരിത്രം ആവർത്തിക്കുകയാണല്ലോ. അവിടെ കൊതുക് ശല്യം, മാലിന്യം, വെള്ളക്കെട്ട്, നിങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അതിനൊക്കെ അവിടെ ആരെങ്കിലും ഒക്കെ കാണും. ഈ മാലിന്യമുക്ത നഗരം എന്ന ഒരു കാര്യം കൊണ്ടാണ് LDF പ്രചരണത്തിന് ഇറങ്ങുന്നത്. എന്റെ ഒരു ഐഡിയ എന്നെങ്കിലും നീ ഒന്ന് പരിഗണിച്ചിട്ടുണ്ടോ? മാലിന്യ പ്രശ്നം കൊച്ചിയിൽ പരിഹരിച്ചാൽ അവരുടെ വലിയൊരു വരുമാന സ്രോതസ് നിൽക്കുകയാണ്. നമ്പ്യാരെ, താൻ എന്നെ ഇങ്ങനെ ഒരുമാതിരി പേടിപ്പിക്കാതെ. ഇവർ രണ്ടുപേരും ഒരമ്മ പെറ്റ മക്കളാ. ലോഹ്യമൊക്കെ ലോഹ്യം, മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ലോ. ഈ നാട് നശിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ആളുകളാണ് ഞങ്ങൾ. LDF വന്നു, അല്ലെങ്കിൽ LDF വന്നു, അതുകൊണ്ട് കൊച്ചിയുടെ പ്രശ്നം തീരാൻ പോകുന്നില്ല. കൊച്ചിക്കാർക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. കേരളത്തിന് തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് ഞങ്ങൾ കടന്നിരിക്കുന്നത്. നമ്മളൊന്നും വരാൻ നിർബന്ധിക്കില്ലല്ലോ. പല ഏറ്റവും പല മൈനസും പറയും, പക്ഷെ നമ്മൾ പിന്മാറാൻ പാടില്ല. മുന്നോട്ട് കാര്യം മുന്നോട്ട്.